ഷീമാട്ടിയുടെ ഒക്കെ ഓണം ബീനാക്കാണ്. ഒരിക്കലും ഇപ്പോ നമുക്ക് വില കുറച്ച് കിട്ടണം. മലയാളിക്ക് പിന്നെ എന്ത് കൊടുക്കാം ഏത് കൊടുക്കാം, വില കുറച്ച് കിട്ടണം. കേരളത്തിന്റെ ഫാഷൻ സെൻസിബിലിറ്റി ബാക്കിയുള്ള സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ മാഡത്തിന്റെ ഒരു അഭിപ്രായം കഷ്ടമാണ്, ഇപ്പോഴും വലിയ കഷ്ടമാണ്. There are a lot of stores right now, like brands who focus exclusively and ഷീമാട്ടി അറിയാമല്ലോ, നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴൊക്കെ പോയിട്ടുണ്ടായിരിക്കില്ല. ഷീമാട്ടി നല്ല സിൽക്ക് കളക്ഷൻസ് ഉള്ള സാരിയാണ് പ്രധാനമായിട്ട്. മെൻസ് കളക്ഷൻ ഉണ്ട്. സാരിയുടെ കാര്യത്തിലാണ് ഷീമാട്ടി ഏറ്റവും മുൻപിൽ ആദ്യം കേരളത്തിൽ. പിന്നീടാണ് കല്യാണ സിൽക്കും മറ്റിലൊക്കെ മുമ്പോട്ട് വന്ന് അവരൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഷീമാട്ടി ആയിരുന്നു മുൻപന്തി നിന്ന്. ഇന്ന് ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ വന്ന് ആളുകളുടെ പർച്ചേസ് ഒക്കെ ഓൺലൈൻ, പിന്നെ മറ്റ് ഷോപ്പുകളൊക്കെ കോമ്പറ്റീഷനായി. കല്യാണ സിൽക്കും മറ്റ് പോത്തീസും ലുലു മാളൊക്കെ വന്ന് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ കോമ്പറ്റീഷൻ വന്ന് ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ടുണ്ട്. ഒരു 5 വയസ്സ് മുതൽ ഷീമാട്ടിൽ പേരൻസിൻ്റെ ഇവിടെ പോകാറുണ്ട് ഡ്രസ്സ് എടുക്കാനൊക്കെ. അറിയാം ബീനെ അന്ന് മുതൽ ബീനെ കാണണം പോലും. കോട്ടയത്ത് ഷീമാട്ടി, പിന്നീട് എറണാകുളത്ത് ഷീമാട്ടി വന്നു. എനിക്കത് പാലായിലുണ്ട് ഷീമാട്ടി, ഇടയ്ക്ക് റീസെൻ്റ്ലി ഓപ്പൺ ചെയ്യും. മലയാളികളുടെ ഡ്രസ് സെൻസിനെ കുറിച്ചൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. പുള്ളി ഒരു തമിഴ് തറടിയ, പക്ഷേ വളർന്നൊക്കെ ഇവിടെ കോട്ടയമാണ്. BCA കോളേജിലൊക്കെ പുള്ളിക്കാരത്തി പഠിച്ചത്. കോട്ടയം ടൗണിൻ്റെ അവരുടെ വീടും അവിടെ അച്ഛനൊക്കെ അവിടെ തന്നെയാണ്. ഒരിക്കലും ഇപ്പോ നമുക്ക് വില കുറച്ച് കിട്ടണം. മലയാളിക്ക് പിന്നെ എന്ത് കൊടുക്കാം ഏത് കൊടുക്കാം, വില കുറച്ച് കിട്ടണം. കേരളത്തിന്റെ ഫാഷൻ സെൻസിബിലിറ്റി ബാക്കിയുള്ള സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ മാഡത്തിന്റെ ഒരു അഭിപ്രായം കഷ്ടമാണ്, ഇപ്പോഴും വലിയ കഷ്ടമാണ്. there are a lot of stores right now, like brands who focus exclusively and പറയുന്നത് ഏത് തുണിയും വില കുറച്ച് കൊടുത്താൽ മലയാളി മേടിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്ന ഡിപ്പെൻസ്. ഇപ്പോൾ കയ്യിലെ പൈസയാണ് അവിടുത്തെ. കയ്യിൽ പൈസ കൊണ്ട് മലയാളി മേടിച്ചു. പക്ഷെ മലയാളിയുടെ ഈ പറഞ്ഞ മാത്രം ക്യാഷ് ഇല്ല. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലോട്ട് പോയ മലയാളികൾ കൈ പൈസ ഉണ്ട്, അവർ നല്ല ലക്ഷറി ആയിട്ടുള്ളത് മേടിക്കും. ലോകത്ത് എവിടെ ചെന്നാലും മലയാളി ഉണ്ട്, അവരൊക്കെ ലക്ഷറി യൂസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ സാധാരണ യൂസ് ചെയ്യുന്നുണ്ട്. 150 രൂപ മുതൽ ഷർട്ട് മേടിക്കാൻ കിട്ടും. പക്ഷെ നമുക്കിപ്പം വാനുസൈനും ലൂയി ഫിലിപ്പിക്ക് വേണമെന്നുണ്ടെങ്കിൽ 2000, 3000, 4000, 5000 ഒക്കെ എനിക്ക് ഓഫറിൽ കിട്ടുകയാണെങ്കിൽ 2000 രൂപ മിച്ചം വരും. അല്ലാതെ ഫുൾ പ്രൈസിൽ ഓഫർ ഇല്ലാതെ ന്യൂ കളക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5000 രൂപ, 4000 രൂപ ഒക്കെ റേഞ്ചിലോട്ട് വരുന്നുണ്ട്. അതിന് മുകളിലോട്ട് പോകുന്നുണ്ട് 10000, 1 ലക്ഷങ്ങളുടെ ഡ്രസ്സുണ്ട്. ഇതൊക്കെ നമ്മുടെ ചോയ്സാണ്. നമുക്കത് 200 രൂപയുടെ ഷർട്ട് എനിക്ക് കംഫോർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് 200 രൂപയുടെ ഷർട്ട് മതിയെന്ന് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുവാണ് എനിക്കൊരു ബ്രാൻഡ് വേണം, 5000 രൂപ വേണം എന്ന് തോന്നിയാലും 4000 മുമ്പിൽ ഷർട്ടിന്റെ പോക്കറ്റിൽ ഇങ്ങനെ എംബ്ലം ബ്രാൻഡ് കാണിക്കണം എനിക്ക് തോന്നിയാലും ഇതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ. ഇപ്പോൾ സാരി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒന്ന് സാരിക്ക് 5000 രൂപയ്ക്ക് മുകളിലോട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നാട്ടിലുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് അത്ര എളുപ്പമാണെന്നില്ല. ആ പൈസ ഉള്ളവർ മേടിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. 5000 ലക്ഷങ്ങളുടെ പട്ട് സാരികൾ ഓരോ ഉപയോഗിക്കുന്ന സ്ത്രീകളുണ്ട്. ചിലർക്ക് പൈസ ഉണ്ടെങ്കിലും 5000 രൂപ പട്ട് സാരി മതിയായിരിക്കും. അവരുടെ ചോയ്സാണ്. അവർ കോട്ടത്തെ കടയൊക്കെ പുതുക്കിയായിരുന്നു. ഒഴുക്കായിരുന്നു ഷീമാട്ടിയൊക്കെ. ഒരു 90കളിലും 2000ന്റെ തുടക്കത്തിലൊക്കെ 2010 ഒക്കെ സമയത്തുണ്ടായിരുന്നു. പിന്നെ ഓണം ക്രിസ്മസ് സമയത്തുള്ള NRIs വരുമ്പോൾ അവർ പർച്ചേസിന് ലുലു പോലൊരു മാളിൽ ചെല്ലുന്നു. നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, അവിടെ നിന്ന് വീട്ടിലോട്ടുള്ള ഗ്രോസറി ഐറ്റംസ് എല്ലാം മേടിക്കുന്നു. നമുക്ക് മറ്റു ഷർട്ട് ഐറ്റംസ്, ചെരുപ്പ്, ഷൂസ് ഒക്കെ മേടിക്കാനും പെർഫ്യൂംസ് മേടിക്കാനും അതിനുശേഷം സിൽക്ക് സാരീസ് മേടിക്കാനും എല്ലാ അവസരമുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ ടേസ്റ്റ് അങ്ങനെ അതായത് ഒരു AC ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വിശാലമായ എയർപോർട്ട് പോലൊരു സ്പേസിൽ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കും. തെറ്റ് പറയാൻ പറ്റില്ല. എല്ലാ മനുഷ്യരും സ്വാഭാവികമായിട്ട് അതിലോട്ടങ്ങ് അലിഞ്ഞു പോയി. അപ്പം ഇതിൻ്റെ അകത്ത് ഷീമാട്ടി വന്നിട്ട് അവിടുന്ന് സാരി എടുത്തിട്ട് വേണം ബെൻ സ്റ്റുഡിയോ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ കളക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ആണുങ്ങൾ എടുക്കാൻ വേറെ വാൻ ഹുസൈൻ്റെ ഷോറൂമിലോട്ട് ലൂയി ഫിലിപ്പിയുടെ അവിടെ പോയി കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കണം. ഇതെല്ലാം എടുത്തതിന് ശേഷം നല്ലൊരു മുണ്ട് നോക്കണമെന്നുണ്ടെങ്കിൽ പോത്തീസിലോ അല്ലെന്നുണ്ടെങ്കിൽ കല്യാണിലോട്ടോ എല്ലാം പോയി കസവ് മുണ്ട് നല്ലത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി നോക്കണം. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുമ്പോൾ അത് മതിയില്ല എന്ന് ചിന്തിക്കും. ഒരു ഷോപ്പിൽ എല്ലാം കൂടെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാം, വേറെ എന്തെങ്കിലും ഗ്രോസറി ഐറ്റംസ് ഒക്കെ മേടിക്കാം. ഓക്കെ, ജുവലറി ഉണ്ട്, ജുവലറി അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, ജുവലറി നോക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ മനുഷ്യന്റെ ഒരു കാലഘട്ടം മാറി. പിന്നെ ഓൺലൈനിലോട്ട് ഉള്ള ഒരു ക്രേസ് വന്നു. ഇവിടെ വേറൊരു സ്റ്റോപ്പ് വന്നിരുന്നു. ഒരു കൊച്ചു ആഡുകളൊക്കെ സെൻട്രൽ പേജിൽ നിങ്ങളുടെ വന്ന് കാണും, ഫ്രണ്ട് പേജിൽ വന്നുകൊണ്ടിരുന്നു. ഓഫ് ടിഷ്യൂ സാരീസ്, ഗേൾസ് വിൽ മേ ഐ ഡോണ്ട് നോ സം വൺ ഓഫ് യു അവിടെ ഒരാൾ തലയാട്ടി. സോ അപ്പം ടിഷ്യൂ സാരിയുടെ ആഡ് കുറെ കാലം പോസ്റ്റ് കാർഡ് സൈസിൽ ഫ്രണ്ടിൽ മാത്രം വന്നുകൊണ്ടിരുന്നു. ഈ ടിഷ്യൂ സാരി മലയാളികൾക്ക് ദഹിക്കുകയില്ല. അതെന്ത് തിളക്കമായി, ഈ തിളക്കം ശരി, ഓക്കെ, ഈ തിളക്കം വേണ്ട, ആയിക്കോട്ടെ, അവർക്ക് എന്ത് വേണോ ആ രീതിയിൽ അങ്ങ് പോകും. ഞാൻ പണ്ടൊക്കെ എനിക്ക് വേണ്ടി ഇതൊന്ന് വിൽക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അതൊന്നും ഒരിക്കലും നടക്കത്തില്ല. എനിക്ക് വേണ്ടി ഇത് വിൽക്കാനൊക്കെ ശ്രമിച്ചാൽ കോൺട്രാസ്റ്റ് മാറ്റി കൊടുക്കണം, കേരള ഒന്ന് മാറണം, കുറച്ചെല്ലാം യൂണിവേഴ്സലായിട്ട് എല്ലാം ഉടുക്കണം എന്നൊക്കെ എനിക്ക് തോന്നും. അനങ്ങമില്ല.
വലിയ ഹിമാലയം കൊച്ചു കുന്നുപോലും അല്ല, മല പിടിച്ച് കുലുക്കുന്ന മാതിരിയാ. ഞാൻ നിർത്തി പരിപാടി സുല്ല്. ഞാൻ 30 കൊല്ലം മുമ്പേ നിർത്തി. നിങ്ങൾ എന്ത് വേണോ അതെടുത്തോ. കസ്റ്റമറിന്റെ ഇഷ്ടം അനുസരിച്ചല്ലേ നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കേണ്ടത്. അതായത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പ്രോഡക്റ്റ് വിൽക്കുക. കസ്റ്റമർ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, ആ ഡിമാൻഡ് സപ്ലൈ ചെയ്യുന്നതാണ് യഥാർത്ഥ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇത് പുള്ളിക്കാരത്തേക്ക് അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയായിരിക്കും. ഇവർക്ക് ഇത്രയും വർഷം എക്സ്പീരിയൻസ്ഡ് അല്ലേ ബിസിനസ് നടത്തി. പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള മനസ്സ് വരുന്നില്ല. അതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബിസിനസ് നടന്നു പോകുന്നുണ്ടെങ്കിൽ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ അതിൻ്റെ സപ്ലൈ കൊടുക്കുക എന്നല്ലാതെ നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഡിമാൻഡിൽ ആ സാധനം അവിടെ ഇരിക്കുകയുള്ളൂ. അതാണ് 30 വർഷം മുമ്പ് ഞാൻ ആ പരിപാടി നിർത്തി എന്ന് പറയുന്നത്. അതാണ് കേരളത്തിന്റെ ഫാഷൻ സെൻസിബിലിറ്റി ബാക്കിയുള്ള സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ മാഡത്തിന്റെ ഒരു അഭിപ്രായം കഷ്ടമാണ്, ഇപ്പോഴും വലിയ കഷ്ടമാണ്. So there are a lot of stores right now, like brands who focus exclusively and കേരളത്തിൻ്റെ ഡ്രസ്സിങ് സെൻസ് കഷ്ടമാണെന്നാണ് ബീന പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ബീനയുടെ ഷീമാട്ടിയാണ് മാറേണ്ടത്. ഇപ്പം കല്യാണത്തിനുള്ള ബൾക്ക് പർച്ചേസിന് വരുമ്പോൾ വെഡ്ഡിങ് കളക്ഷൻസ് ഒക്കെ എടുക്കാൻ ഷീമാട്ടി കൊള്ളാം. വെഡ്ഡിങ് കളക്ഷൻ ഉണ്ട്. സാധാരണക്കാരനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പലരും ഇത് തന്നെയാണ് പറയുന്നത്. ഒന്നാമത് ഓവർ പ്രൈസ്ഡ് ആണ് പലതും. അവർ പറയുന്നത് ഓവർ പ്രൈസ്ഡാണ്. ക്വാളിറ്റി, ഇതേ ക്വാളിറ്റി ഉള്ള സാധനം തന്നെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആവുന്നുണ്ട്. ഇതിലും നല്ല ഡിസൈൻസ് ഇവർ ഇതിനകത്ത് എക്സ്പേർട്ടാണ്, ഒരു സ്റ്റൈലിസ്റ്റും മറ്റേതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പഠനം. പുതിയ തലമുറ കുട്ടികൾ വന്നിട്ടുണ്ട്. അവർ ചെയ്യുന്നത് നല്ലതാണ്. ഇതിലും നല്ലതായിട്ട് കച്ചവടം ചെയ്യുന്നത്. പല ഡ്രസ്സൊക്കെ എടുത്ത് തൻ്റെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സോഷ്യൽ മീഡിയ അതുപോലെ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കുന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ പ്രോഡക്ട്സിൻ്റെ ആളുകൾ നമ്മൾ കാണാറുകൊണ്ടാണ്. മലയാളികളുടെ ഡ്രസ്സിങ് സെൻസ് തീരെ ഡൗൺ ആണെന്ന് പറയുന്നത് ഒന്നുകൂടെ ബീനാക്കണ്ണം പരിശോധിക്കേണ്ടതാണ്, ഷീമാട്ടി പരിശോധിക്കേണ്ടതാണ്. ഇന്ന് ലോകത്തിലെ ബെസ്റ്റ് ഫാഷൻ ഡിസൈനേഴ്സിന് എടുക്കുവാണെങ്കിൽ കുറയാതെ ഒരാളെല്ലാം മലയാളിയായിരിക്കും. പിന്നെ ഈ പെണ്ണുങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലൈക്ക് ദേ വിൽ വോണ്ട് ടു സേ, ആണുങ്ങളെ പോലെ അല്ലേ 4 ഷർട്ട് എടുത്ത് കാണിച്ചു കൊടുത്താൽ 1 ഷർട്ട് എടുത്തിട്ട് പോകും അല്ലേ. ഈ വെള്ളയ്ക്ക് വേണ്ടി നിങ്ങൾ എത്ര നേരം എടുക്കും? ഹാർഡ്ലി 3 മിനിറ്റ്, ബില്ല് ചെയ്യാൻ 1.5 മിനിറ്റ്. 4 മിനിറ്റ് കൊണ്ട് ആണുങ്ങൾ ഔട്ട് ആണേ. നമ്മൾ 4 മിനിറ്റ് കൊണ്ട് ഔട്ട് ആവാൻ പറഞ്ഞു കഴിഞ്ഞ ഒലകമക ഭദ്രകാളി ഞാനായിരിക്കും അന്ന്. നിങ്ങളുടെ ഭാര്യ ഒരു കല്യാണ ആവശ്യത്തിന് നിങ്ങളുടെ മോളെയും നിങ്ങൾ ഷർട്ട് എടുക്കാനായിട്ട് കടയിൽ കയറിക്കേ. She will take 5 hours into 10 times, but you will take 5 minutes. അത് ബീന പറഞ്ഞത് കറക്റ്റാണ്. സ്ത്രീകളെ കണ്ട് പോകുമ്പം 3, 4, 5 മണിക്കൂറൊക്കെ ചിലപ്പോൾ എടുത്തുന്നിരിക്കും. അവരുടെ ഒരു ഡ്രസ് സെലക്ഷൻ ടൈം എടുക്കുക. ഒരാണാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് 5 മിനിറ്റ്സ് കൊണ്ട് ചിലപ്പം സെലക്ട് ചിന്തിക്കും. അത് രണ്ട് ജെൻഡറാണ്. സ്ത്രീകൾ അങ്ങനെയാണ്. അവർ ഇതിൻ്റെയൊക്കെ ഭംഗിയൊക്കെ കുറച്ചുകൂടെ ഡിസൈൻ. കാരണം എനിക്കൊന്ന് സാരിയൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് പണികൾ നമുക്കറിയാം, മയിലിൻ്റെ അങ്ങനെയൊക്കെ ഡിസൈൻ. പക്ഷെ ഷർട്ടെന്ന് പറയുമ്പോൾ ഒരു ചെക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡോട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രിന്റ്, അങ്ങനെയൊക്കെ. അതിൽ ഇവർക്ക് ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അപ്പം ആ ഡിസൈൻസ് ഒക്കെ നോക്കി അവർ ആ ഡ്രസ്സ്, ആ സാരിയുടെയൊക്കെ അല്ലെങ്കിൽ ചുരിദാറിൻ്റെയൊക്കെ മൊത്തം ഒരറ്റം അങ്ങേ സ്റ്റിച്ചിങ്ങുകളൊക്കെ നോക്കി അത് ആസ്വദിച്ചതിന് ശേഷം കേരള ഈസ് യൂസിങ് മീ. ഈ ഒരു ഫിംഗർ നെയിൽസിന്റെ ടിപ്പ്, സ്മോളസ്റ്റ് ഫിംഗർ നെയിലിന്റെ ടിപ്പാണ് കേരള തന്നെ യൂസ് ചെയ്യുന്നത്. ഞാനിതൊന്നും അല്ല. മൈ കപ്പാസിറ്റി ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് രീതി റിവാസ് ഇസ് മച്ച് മോർ ഹയർ. അപ്പൊ ഇവരിങ്ങനെയേ വേണ്ടു. ഇവർക്ക് സ്കാറ്റർ, കുത്താനും ഇവർക്ക് അറിയത്തില്ല. ഞാൻ കൂടെ ഒന്ന് കുത്താനല്ലേ പറ്റുള്ളൂ. ഒന്നും എംബ്രോയിഡറി അല്ല. ഓക്കെ, നൗ ടു പുട്ട് ഇറ്റ് വെരി സിമ്പിൾ. ഈ വെള്ള ഷർട്ടാണ് ഫാഷൻ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വെള്ള ഷർട്ടാണ് ഫാഷൻ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പുള്ളിക്കാരത്തി പറയുന്ന പോലെ മര്യാദ നമ്മളോട് കട തനിക്ക് ഈ നീല ഷർട്ടാണ് നല്ലത്, എനിക്ക് വെള്ള വേണ്ട, അതല്ല ഇപ്പോഴത്തെ ഡിസൈൻ, ഈ നീലയാണ്, അത് മേടിച്ചിട്ട് പോകും. എടുക്കാറില്ല കേട്ടോ. നമ്മൾ കയറുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം പർച്ചേസ് ചെയ്യാൻ. അതിപ്പം നമ്മുടെ കംഫോർട്ടാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ ഷർട്ട് ഇട്ടു, എനിക്ക് ഈ ഷർട്ടാണ് കംഫോർട്ട്. അപ്പം എന്നോട് പറയുന്നത് ഇപ്പോഴത്തെ സ്റ്റൈൽ കോട്ട് സൂട്ടും വീട്ടുന്ന വീഡിയോ പറയുന്നതായിരിക്കും നല്ലതെന്ന്. ഭയങ്കര സ്റ്റൈലിസ്റ്റ്. അപ്പം ഞാൻ പറയും എനിക്കിതാണ് കംഫോർട്ട്, ഞാൻ കംഫോർട്ടബിൾ ആയിട്ടുള്ള. അപ്പം കംഫോർട്ട് എന്ന സാധനം ഇല്ല. ചിലപ്പോൾ എനിക്ക് ബനിയൻ ഇടുന്നതായിരിക്കും കംഫോർട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കംഫോർട്ട് വേണം. സാരി കൊടുക്കുന്ന ചിലപ്പോൾ ചുരിദാർ ഇടുന്നതായിരിക്കും ചിലർക്ക് കംഫോർട്ട്. അത് ഓരോ ഹ്യൂമൻസിനും ഓരോ കംഫോർട്ടുണ്ട്. കളർ പോലും വലിയുമ്പോൾ ചിലർക്ക് ഒരു ലൈറ്റ് വൈറ്റ് കളേഴ്സ് എവിടെയൊക്കെ പോകുമ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ വൈറ്റ്, അതൊരു അവരുടെ ഒരു കംഫോർട്ടാണ്. അത് ഇടണ്ട. ഇപ്പോഴത്തെ ട്രെൻഡ് ബ്ലാക്ക് ആണെന്ന് പറയുമ്പോൾ ചിലപ്പം ബ്ലാക്ക് ഇഷ്ടമല്ല. നമ്മൾ ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. കട ഉടമയുടെ ഡിമാൻഡ് എന്താണ്, ആ ഡിമാൻഡ് അല്ല അങ്ങോട്ട് സപ്ലൈ വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പം ബീനാക്കണ്ണൻ ഒരു കാർ എടുക്കാം, ബെൻസിൻ്റെ ഒരു പുതിയ മോഡൽ കാർ എടുക്കാൻ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നു, മാഡം
ബ്ലാക്ക് എടുത്തോ. അപ്പം ബീന പറഞ്ഞു എനിക്ക് വൈറ്റ് മതി എന്ന് പറയും. അപ്പം മാഡം ഇപ്പോഴത്തെ ട്രെൻഡ് വൈറ്റ് ആണെന്ന് പറയും. അപ്പം അല്ല എനിക്ക് ബ്ലാക്ക്. മാഡം ഒരു കാര്യത്തില്ല മാഡം എടുക്കുന്നത്, അത് മാഡം ഇതെടുത്താൽ മതി. എടോ എനിക്കത് മതി, ഞാൻ ക്യാഷ് മുടക്കുന്നു, വൈറ്റ് എടുക്കാൻ എൻ്റെ കംഫോർട്ടാണ് എന്നും ബീന പറയില്ലേ. കാണണ്ട, ബീനയ്ക്ക് വൈറ്റ് ആണ് വേണ്ട, ആക്ക് ചിലപ്പം ബ്ലാക്ക് ആയിരിക്കും ട്രാൻസാക്ഷൻ ബീനയ്ക്ക് ബാധകമല്ല. ബീനയ്ക്ക് ആ വൈറ്റ് വേണം, അവർ ആഗ്രഹിക്കുന്നില്ല, അവരുടെ കംഫോർട്ട് അല്ലെ, അവർക്കത് ഒരു മാനസികമായിട്ട് ഈ വൈറ്റ് ഒരു ബെൻസ് യൂസ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം കാണുമായിരിക്കും. അപ്പം ബെൻസ് കമ്പനി അവരുടെ സെയിൽസ്മാൻ എന്താ ചെയ്യേണ്ടത്, അവരുടെ ഡിമാൻഡ് അനുസരിച്ചുള്ള സപ്ലൈ കൊടുക്കുന്നത്, അല്ലാതെ അവൻ്റെ അവിടെ ഇരിക്കുന്ന ബ്ലാക്ക് എടുത്ത് വിറ്റ് കൊടുക്കാൻ അവരുടെ വില വെച്ച് കൊടുക്കാനല്ല ശ്രമിക്കേണ്ടത്, കച്ചവടം നടത്തിക്കാനാണ് നോക്കേണ്ടത്. മനസ്സിലായി, അവർക്ക് അതേ വേണ്ടു, എന്നാ അത് അങ്ങനെയല്ലേ പറ്റൂ. അപ്പം എനിക്കാണെങ്കിൽ ഇതിൽ ഗോട്ട ചെയ്യാൻ അറിയാം, ലൈനിനെ ചെയ്യാൻ അറിയാം, ഇതൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ ഡു ഇറ്റ്, ഗിവ് മി 3 months 2 months. ഇപ്പം ഏത് US-ലോ ഓസ്ട്രേലിയയിലോ ഉള്ള ഏത് വൈറ്റ് വെഡിങ് ഗൗൺ പോലെ എനിക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ 10-1 വില മതി, 10-1 ടൈം മതി. അപ്പം അത് നിങ്ങൾ എനിക്ക് തന്നാൽ ഐ എം ദ റെഡി വിത്ത് യു. ഏത് ലെഹങ്ക, ഏത് ഗൗൺ, ഏത് ഫാൻസി ഡ്രസ്സ്, സെൽഫ് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. പൊട്ടൻഷ്യൽ കേപ്പബിലിറ്റി ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫുള്ള് യൂസ് ചെയ്യാൻ മലയാളീസിന് തലയെഴുത്തില്ലാതെ പോയി സോഫ. മാഡത്തിന്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ മലയാളിലേക്ക് എനിക്കൊന്നും പറയാനില്ല. ആദ്യകാലങ്ങളിൽ എനിക്ക് തോന്നുന്നു 1950s or 60s ബീനയുടെ ഫാദർ അദ്ദേഹം ഇവിടെ വരികയും അദ്ദേഹം കച്ചവടം തുടങ്ങുകയും അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇന്നിപ്പോൾ അത് വലിയൊരു വ്യവസായമായി മാറി. ഇവർ പറയുന്ന കേട്ടാൽ മലയാളി ഇവരെ ബഹുമാനിക്കുന്നില്ല, ഇവരുടെ ടാലന്റ് ഉൾക്കൊള്ളുന്നില്ല. എനിക്കറിയത്തില്ല ഇവരെന്താ ഉദ്ദേശിക്കുന്നത്. ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ ചെയ്യുക, അതാണ് ഒരു കച്ചവടക്കാരൻ. അതിപ്പം വെട്ടിക്കടയാണെത്താലും അംബാനിയാണെ പോലും ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ ചെയ്യുക. കച്ചവടത്തിന് ഇരിക്കുമ്പോൾ ഇപ്പം അംബാനിക്ക് മൊബൈലിൻ്റെ ഒരു കണക്ഷൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ കസ്റ്റമറാണ്. ബീനയുടെ അവിടെ നിന്ന് സാരി എടുക്കാൻ വരുന്ന അല്ലെങ്കിൽ ഷർട്ട് എടുക്കാൻ വരുന്നവർ അവരുടെ ഡിമാൻഡ് അനുസരിച്ച് കൊടുക്കുക എന്നല്ലാതെ അവരെ നമ്മൾ മര്യാദ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം എന്തിനാ, കാരണം അവരുടെ കയ്യിലെ പൈസ ചിലപ്പം ബീനായിക്ക് അറിയാം അവരുടെ ബാങ്ക് അക്കൗണ്ട് എന്താ മാത്രമാണ്, അല്ലെ ബീനായിക്ക് അറിയാം അവരുടെ ഉള്ളിലെ പ്ലാൻസ് എന്താണെന്ന് അവർക്കറിയാം. ഇല്ലല്ലോ, നമ്മളാരെ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ കാലത്തൊക്കെ അവരൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ വെബ്സൈറ്റുകളൊക്കെ നോക്കിയിട്ടേ അവർ വരുള്ളൂ, അല്ല ചുമ്മാ ഒന്ന് അന്തനെ പോലെ ഒന്നും ആരും എടുക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എക്സ്പാൻഡ് ബിയോണ്ട് കേരള എന്ന് പറയുമ്പോൾ ഈ ടേസ്റ്റിനെ വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോകണം. ഈ കടിച്ചത് എൻ്റെ കയ്യിൽ കള്ളവഞ്ചിയോ കള്ളപ്പണമോ കള്ളോ കഞ്ചാവോ MDMA വിറ്റ കാശൊന്നുമില്ല. ഉണ്ടെങ്കിൽ പറ്റൂ, അല്ലെങ്കിൽ വിത്ത് ദ മണി വിച്ച് ഐ ഏൺ ഫ്രം ദ ടെക്സ്റ്റൈൽസ് ഐ കൻ നോട്ട് ഫൂക്കെന്ന് പോകാൻ പറ്റില്ല. പുള്ളിക്കാരത്തി കഞ്ചാവും MDMA ഒക്കെ കിട്ടിയ പണമൊന്നുമില്ല, ഈ ടെക്സ്റ്റൈൽ നടത്തിയുള്ള പണമുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പുറത്തൊക്കെ പോയി കാര്യം ബിസിനസ്സുകൾ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയുള്ള മയക്കുമരുന്നുകളൊക്കെ വേണ്ടിയിട്ടാണ്. എന്താണ് അർത്ഥമാക്കുന്നത്? അതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. 1950 or 60s കാലഘട്ടങ്ങളിൽ ഈ ബിസിനസ് കയറി വന്നത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ബീനയൊക്കെ ചെറുതായിരിക്കും 4-5 years ഓൾഡ്. ആ ടൈമിലാണ് ഞാൻ പറയുന്നത്. 58 വർഷം പഴയ കാര്യമാണ് പറയുന്നത്. കോട്ടയത്ത് ബീന കണ്ട ഫാദർ ഷീമാട്ടി ബിസിനസ് തുടങ്ങുന്ന കാലഘട്ടം. അന്നൊന്നും ഷോപ്പുകളില്ല. തമിഴിൽ നിന്ന് ബൾക്കായിട്ട് ഓർഡർ എടുത്ത് തമിഴ്നാട്ടിൽ നിന്ന് ബൾക്ക് ഓർഡർ ചെയ്യണം. അവിടെയൊക്കെ ഒരുപാട് തുണി മില്ലുകൾ, തമിഴ്നാട് കർണാടക ഭാഗത്തൊക്കെ ഒരുപാട് തുണി മില്ലുകൾ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ ഈ കച്ചവടം കൂടെ സക്സസ്. കേരളയുടെ ഭാഗ്യമായിരുന്നു ഞാൻ പറഞ്ഞത്. ഒരു ഇവിടം വരെ എത്തിയില്ല. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് അവർ ഇവിടം വരെ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വളരാനുള്ളൊരു പ്ലാറ്റ്ഫോം കേരളം പക്കയായിരുന്നു എന്നാണ് അർത്ഥം. ഈ കേരള ജനതയാണ് ഇന്ന് ഷീമാട്ടി ആക്കിയത്. അവർക്ക് ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട് മലയാളികളെ കുറിച്ച്. ആ തെറ്റിദ്ധാരണയൊക്കെ മാറട്ടെ, അവരുടെ കച്ചവടമൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് വരട്ടെ. ഞാനൊക്കെ ചെറുപ്പകാലം മുതലൊക്കെ കയറുന്നതാണ്. അവിടുന്ന് ഒരുപാട് വസ്ത്രങ്ങൾ മേടിച്ചിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. ആ സ്നേഹമൊക്കെ എന്നും ഷീമാട്ടിയുണ്ട്. നമുക്ക് അവിടുത്തെ സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കംഫോർട്ടബിൾ. ഇന്നും പണ്ട് മുതലുള്ള സ്റ്റാഫുകളൊക്കെ ഇന്നും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.